ഇന്ന് നാം സംസാരിക്കുന്നത് ചില ലോജിക് മിസ്റ്റേക്കുകളെ കുറിച്ചാണ്. ഓരോ സിനിമയ്ക്കും ഓരോ തരത്തിലാണ് ലോജിക് ഉണ്ടാവുക. ഫാന്റസി സിനിമകളിലെ ലോജിക് ആയിരിക്കില്ല ചിലപ്പോൾ മറ്റു സിനിമകളിൽ ഉണ്ടാവുക. കോമഡി, കാർട്ടൂൺ ടൈപ്പ് സിനിമകളിലെ ലോജിക് മറ്റൊരു തരത്തിലായിരിക്കും. ചില ചെറിയ അബദ്ധങ്ങളാൽ ലോജിക് നഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ചാണ് നാം ഇനി സംസാരിക്കുന്നത്. 89 മമ്മൂട്ടിയുടെ മറ്റൊരു ക്ലാസിക് ചിത്രം വടക്കൻ വീരഗാഥ. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി ചന്തുവും ഉണ്ണിയാർച്ചയും. ചൂടുമാറ്റം കഴിയട്ടെ, നമുക്ക് ഇതിന്റെ ബലം ഒന്ന് കൂട്ടണം. അവരുടെ ചെറുപ്പകാലം അഭിനയിച്ചിരിക്കുന്നത് വിനീതും ജോമോളുമാണ്. അവർ വലുതാകുമ്പോൾ മമ്മൂട്ടിയും മാധവിയുമാണ് ഈ റോളുകൾ ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ കണ്ണ് ജനിച്ചിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കുമോ മരണം വരെ അത് അങ്ങനെ തന്നെയായിരിക്കും. ചന്തുവിന്റെ ചെറുപ്പകാലം അഭിനയിച്ച വിനീതിന് പൂച്ചക്കണ്ണാണ്, പക്ഷേ വലുതാകുമ്പോൾ മമ്മൂട്ടിക്ക് പൂച്ചക്കണ്ണില്ല. ഉണ്ണിയാർച്ചയുടെ ചെറുപ്പകാലം അഭിനയിച്ച ജോമോളിന് പൂച്ചക്കണ്ണില്ല, പക്ഷേ വലുതാകുമ്പോൾ മാധവിയുടെ കണ്ണുകൾ പൂച്ചക്കണ്ണാണ്. അഗാധമായ സ്നേഹത്തിൽ അവർ പരസ്പരം കണ്ണുകളും കൈമാറിയതായിരിക്കാം. 2020 സിദ്ദിഖ് സംവിധാനം ചെയ്ത ചിത്രമാണ് ബിഗ് ബ്രദർ. ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് ഇരുട്ടിലും കാണാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ജയിൽ അധികൃതർ എന്നെ ആ വഴിക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്ക് ഇരുട്ടിലും കാണാൻ കഴിയും. ഒരിക്കലും തന്നെ ഒരു സാധാരണ മനുഷ്യന് ഇങ്ങനെ ഇരുട്ടത്ത് കണ്ണ് കാണില്ല. സിനിമ പറയുന്നത് ഒരു സാധാരണക്കാരന്റെ കഥയാണ്. അങ്ങനെയാകുമ്പോൾ ഒരിക്കലും തന്നെ ഈ ശക്തിക്ക് ഈ കഥാ അന്തരീക്ഷത്തിൽ ലോജിക്കില്ല. ഹോളിവുഡ് സിനിമകളിൽ കാണിക്കുമ്പോൾ ആഹാ എന്നും മലയാളത്തിൽ കാണിച്ചാൽ ഏഹേ എന്നും പറയുന്നതായി ചിലർ കമന്റ് ചെയ്തേക്കാം. ഹോളിവുഡ് സിനിമകൾ കാണിക്കുന്നത് സൂപ്പർ ഹീറോ സിനിമകളായിരിക്കും. അങ്ങനെയുള്ള സിനിമകളിൽ കഥയുടെ അന്തരീക്ഷം തന്നെ ഒരു അമാനുഷിക ശക്തിയുള്ള മനുഷ്യന്റെ കഥയാണ്. ചിലന്തി മനുഷ്യനെ പോലെയോ വവ്വാൽ മനുഷ്യനെ പോലെയോ. മലയാളത്തിൽ മൂങ്ങ മനുഷ്യൻ എന്ന പേരിൽ ഒരു സൂപ്പർ ഹീറോ ചിത്രമല്ല ബിഗ് ബ്രദർ. അങ്ങനെയാകുമ്പോൾ ഒരിക്കലും തന്നെ ഒരു സാധാരണക്കാരന് ഇങ്ങനെയൊരു കഴിവുണ്ടാകില്ല. 2002 ദിലീപിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം കല്യാണരാമൻ റിലീസ് ചെയ്യുന്നത്. എന്റെ ഗൗരിക്കുട്ടിയെ എനിക്ക് തിരിച്ചു. സിനിമ ആരംഭിക്കുന്നത് തന്നെ വൃദ്ധനായ ദിലീപ് കഥ പറയുന്നിടത്താണ്. ആ സമയം ദിലീപിന് 60-70 വയസ്സുണ്ടായേക്കാം. പക്ഷെ കഥയിൽ കാണിക്കുന്ന ദിലീപിന് 20-30 വയസ്സിനിടയിൽ മാത്രമാണ് പ്രായം. എങ്ങനെ പോയാലും അയാൾ പറയുന്ന കഥ 30 വർഷം മുമ്പത്തേതായിരിക്കും. പക്ഷേ സിനിമയിൽ കാണിച്ചിരിക്കുന്ന രംഗങ്ങളിലെ എല്ലാം തന്നെ 2002 കാലഘട്ടത്തിൽ തന്നെയാണ്. സിനിമയിൽ കാണിച്ചിരിക്കുന്ന വാഹനങ്ങൾ, കെട്ടിടങ്ങൾ, വസ്ത്രരീതി എല്ലാം തന്നെ 2002 തന്നെയാണ്. ചിത്രത്തിൽ 1999 ഓപ്പൺ ചെയ്ത നെടുമ്പാശ്ശേരി എയർപോർട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിടത്ത് സലീം കുമാർ ഒരു ഡയലോഗ് പറയുന്നു. പെട്രോൾ ഇങ്ങനെ കത്തിച്ചളയുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പെട്രോളിന് ഇപ്പൊ എന്താ വില? 30-50, ഡീസലിനോ 21-60. 2002-3 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിൽ പെട്രോൾ വില 30 രൂപയ്ക്ക് അടുത്തെത്തുന്നത്. അതായത് അപ്പോൾ കഥ കാണിക്കുന്നത് ഏതായാലും 2002 കാലഘട്ടം തന്നെയാണ്. വൃദ്ധനായ ദിലീപ് കഥ പറയുമ്പോൾ ഒരു 30 വർഷമെങ്കിലും പിന്നോട്ട് പോകേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലമെത്താൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം 2002 കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. വൃദ്ധനായ ദിലീപിനെ കാണിക്കുന്നത് 2030-40 കാലഘട്ടങ്ങളിലായിരിക്കാമെന്ന് ചിലർ വാദിച്ചേക്കാം. പക്ഷേ സിനിമ ആരംഭിക്കുമ്പോൾ ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇവിടെ വിളക്കെടുക്കാൻ വരുന്നത് യുവതി യുവാക്കൾ മാത്രമാണ്. പക്ഷേ ഇന്ന് സാധാരണഗതിയിൽ ഒരു സിനിമ പ്രസന്റ് ഡേ എന്ന് പറയുമ്പോൾ സിനിമ റിലീസായ വർഷം തന്നെയാണ് എന്നാണ് അർത്ഥമാക്കേണ്ടത്. 1995 സംഗീത് ശിവൻ ചിത്രമാണ് നിർണയം. മോഹൻലാൽ രക്ഷപ്പെടാൻ വേണ്ടി മുഴുവൻ ഫിസിക്സിനെയും തോൽപ്പിച്ചുകൊണ്ട് ഒരു ആംബുലൻസ് പറപ്പിക്കുന്ന രംഗമാണിത്. ഇത്രയും ചെറിയൊരു ഹമ്പ് ചാടുമ്പോഴാണ് ഇത്രയും ഉയരത്തിൽ ഈ ആംബുലൻസ് പറക്കുന്നത്. ഗ്രാവിറ്റിയുടെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ രംഗം ചിത്രീകരിച്ചത്. 1997 റിലീസ് ചെയ്ത പ്രിയദർശൻ ചിത്രമാണ് ചന്ദ്രലേഖ. മണിപിള്ള രാജുവിന് പൂവ് അലർജിയാണെന്ന് കാണിക്കുന്ന ഒരു സീനാണിത്. ഒരു കോമഡിക്ക് വേണ്ടിയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റൊരു സീനിൽ ഇതേ മണിപിള്ള രാജു ഒരു പൂവും കൊണ്ടുവരുന്നതായി കാണാം. കോമഡിക്ക് വേണ്ടി എഴുതിയ സീൻ പിന്നീട് മറന്നുപോയതായിരിക്കാം. രാജസേനൻ സംവിധാനം ചെയ്ത ജയറാമിന്റെ സൂപ്പർ ഹിറ്റ് കോമഡി ചലച്ചിത്രമാണ് ധിക്കാർ. പെട്രോൾ തീർന്നു പോയി, ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. മുതൽ നിങ്ങളുടെ മാത്രം കാറാണ്. ജയ് ഹിന്ദ്. താങ്ക് യു. ഓക്കേ, ഇനി മുമ്പിലോട്ട് കേറേ.
പെട്രോള് തീർന്നു പോയി. പെട്രോൾ ഇല്ലാത്ത കാറിലേക്കാണ് അവർ ഓടിപ്പിടിച്ച് കയറുന്നതും പുറപ്പെടാൻ പോകുന്നതും. 1990-ൽ സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത മലയാളത്തിന്റെ ക്ലാസിക് ചിത്രമാണ് ഇൻ ഹരിഹർ നഗർ. സിനിമയിലെ ഒരു അബദ്ധത്തെക്കുറിച്ച് നാം ആദ്യം സംസാരിച്ചിരുന്നു. ഇതിൽ നാം സംസാരിക്കാൻ പോകുന്നത് ആ സിനിമയുടെ തിരക്കഥയിലെ ഒരു ലോജിക്കില്ലായ്മയെക്കുറിച്ചാണ്. സിനിമ കണ്ടവർക്കറിയാം സേതുമാധവന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ വേണ്ടിയാണ് മായ ആ നാട്ടിലേക്ക് വരുന്നത്. ആൻഡ്രൂസിന്റെ അപ്പച്ചന്റെ കഥയും തീർത്തിട്ടാ ഹോനായി ബോംബെയിലേക്ക് വന്നത്. അവിടുന്ന് ഇതിന്റെയൊക്കെ ആരംഭം. സിസ്റ്റർ ആനിൽ നിന്നുമാണ് ആൻഡ്രൂസിനെ കുറിച്ചുള്ള വിവരങ്ങൾ മായ അറിയുന്നത്. ആൻഡ്രൂസിന് ബോംബെയിൽ എന്താണ് സംഭവിച്ചതെന്ന് സേതുമാധവൻ വന്ന് പറയുമ്പോഴാണ് ആനി അറിയുന്നതും ആനി അറിഞ്ഞ കാര്യങ്ങളാണ് പിന്നീട് മായയോട് പറയുന്നതും. ആനി അവസാനമായി സേതുമാധവനെ കാണുന്നത് സേതുമാധവൻ ജോൺ ഹോനായിയെ കാണാൻ വേണ്ടി ബോംബെയിലേക്ക് തിരിക്കുന്നിടത്താണ്. ഞാനിപ്പോ പോകുന്ന അവന്റെ അടുത്തേക്കാ. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. അതിനുശേഷം സേതുമാധവന് എന്താണ് സംഭവിച്ചതെന്ന് സിസ്റ്റർ ആനി അറിഞ്ഞതെങ്ങനെയാണ്? പെട്ടിയിൽ കല്ല് നിറച്ചു കൊണ്ടുപോയതും ശേഷം സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ സിസ്റ്റർ ആനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ജോൺ ഹോനായി ആയിരിക്കാം കൊന്നതെന്ന് ഊഹിക്കാമെന്നല്ലാതെ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നും പറയാൻ എങ്ങനെയാണ് സിസ്റ്റർക്ക് സാധിക്കുക? 2004 റിലീസ് ചെയ്ത ഫാസിൽ ചിത്രമാണ് വിസ്മയത്തുമ്പത്ത്. ചിത്രം പറയുന്നത് ഒരു ഫാന്റസി കഥയാണെങ്കിലും ഈ രംഗം ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. തൻ്റെ ശരീരം കണ്ടെത്താൻ വരുന്ന ആത്മാവിൻ്റെ കഥയാണ് സിനിമയിൽ പറയുന്നതെങ്കിലും ഈ രംഗത്തിൽ എവിടെയും ശരീരം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് പോലീസുകാർ ഈ ബോഡി മാർക്ക് വരച്ചു വെച്ചിരിക്കുന്നത്. സാധാരണ ഡെഡ് ബോഡി കടന്നത് എവിടെയാണോ അവിടെയാണ് ബോഡി മാർക്ക് വരക്കുന്നത്. ഇത്തിരി രക്തം മാത്രം കണ്ടെത്തിയിട്ട് എങ്ങനെയാണ് ബോഡി മാർക്ക് വരക്കാൻ സാധിക്കുക? അജയ് വാസ്തേവ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് മാസ്റ്റർ പീസ്. മുകേഷിന്റെ കഥാപാത്രം എഡ്വേർഡ് ലിവിങ്സ്റ്റൺ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപീഡിയയിൽ ഗൂഗിൾ കാണിക്കുന്നത് എഡ്വേർഡ് ലിവിങ്സ്റ്റൺ ആരാണെന്നും അയാളെക്കുറിച്ചുള്ള കഥയുമാണ്. or a special investigation officer from the Central Force. Anto Anthony IPS. പിന്നീടാണ് അറിഞ്ഞത് മമ്മൂട്ടി ആൻഡോ ആന്റണി IPS ആണെന്ന്. അപ്പോൾ പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കാണിച്ചത് ആരെക്കുറിച്ചാണ്? ഉണ്ണി മുകുന്ദൻ്റെയും ഷാജോണിൻ്റെയും പോലീസ് കഥാപാത്രങ്ങൾ അവർ ഒറ്റയ്ക്കുള്ള സമയത്തും കൊലപാതകത്തെക്കുറിച്ചും കൊലപാതകയെ കണ്ടെത്തേണ്ടതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. സത്യത്തിൽ അവർ രണ്ടുപേരും തന്നെയാണല്ലോ കൊല ചെയ്തത്. പിന്നീട് എന്തിനു വേണ്ടിയാണ് അവർ ഇങ്ങനെ സംസാരിക്കുന്നത്? 2013-ൽ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് മെമ്മറീസ്. ഒരു മൊടന്ത് പോലെ എന്തെങ്കിലും. ശേഷം ആരാണ് കൊലപാതകിയെന്ന് സാം അലക്സ് മനസ്സിലാക്കുന്നു. ആ വില്ലനെ നേരിട്ട് കണ്ട സ്ത്രീകൾ അവരുടെ പഴയ കാലത്തെ കഥയും പറയുന്നു. നാം പ്രേക്ഷകർക്ക് ആരാണ് വില്ലൻ എന്ന് കാണിക്കുന്നില്ലെങ്കിലും ആ സ്ത്രീകൾ ആ വില്ലനെ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പോലീസിന് ആ വില്ലന്റെ രേഖാചിത്രം തയ്യാറാക്കിക്കൂടാ? വില്ലനെ കണ്ട സ്ത്രീകൾക്ക് അയാളുടെ മുഖം ഓർമ്മയുണ്ടാകില്ലേ? പോലീസിന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കമുണ്ടായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ കൂടെയുള്ള ആൾ തന്നെയാണ് വില്ലൻ എന്ന് മനസ്സിലാകുമല്ലോ. പക്ഷെ എന്തുകൊണ്ടോ അങ്ങനെയൊരു പോസിബിലിറ്റിയെക്കുറിച്ച് സിനിമയിൽ എവിടെയും പറയുന്നില്ല. 2009-ലാണ് ഇൻ ഹരിഹർ നഗറിന്റെ രണ്ടാം ഭാഗം ടു ഹരിഹർ നഗർ. 2002-ൽ റിലീസ് ചെയ്ത ദിലീപ് ലാൽജോസ് ചിത്രം മീശ മാധവനിൽ ഇങ്ങനെയൊരു ഡയലോഗ് കാണാം. മാധവൻ കള്ളനാ, ചേക്കിന്റെ സ്വന്തം കള്ളൻ. പക്ഷെ മാധവൻ കട്ടൊന്നും ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല. കാലം കാത്തുവച്ച വിധിയാണ്. എവിടെ മോഷണം നടത്തിയാലും എങ്ങോട്ട് കൊണ്ടുപോയാലും മോഷണം അല്ലാതാകില്ലല്ലോ. എവിടെ നിന്ന് കട്ടാലും എവിടെ കൊണ്ടുപോയാലും കള്ളൻ എന്നത് കള്ളൻ തന്നെയല്ലേ? പിന്നെ എന്താണ് ഈ ഡയലോഗിന്റെ പ്രസക്തി? 2006-ലെ ലാൽ ജോസ് ചിത്രമാണ് ക്ലാസ്മേറ്റ്സ്. അതോടെ സുഗുവിന്റെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. പക്ഷെ പുലർച്ചയായിട്ടും കാണാതായപ്പോ എന്നെ പറ്റിച്ചു എന്ന് പോലും ഞാൻ സംശയിച്ചു. സുരാജിന്റെ കഥാപാത്രം മുരളിയെ കോളേജ് ഹോസ്റ്റലിലെ ജനറേറ്റർ റൂമിൽ കണ്ടെത്തുന്നത് പുലർച്ചെയാണ്. എന്നാൽ കോളേജിലുള്ള അതേ ഹോസ്റ്റലിൽ താമസിക്കുന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രമടക്കമുള്ള വിദ്യാർത്ഥികൾ അതറിയുന്നത് ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുകയും താരയുടെ കത്ത് അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്തതിന് ശേഷമുള്ള ഫൈറ്റിനിടയിൽ BBC വന്ന് പറയുമ്പോഴാണ്. ഇത്രയും സമയം ആ വാർത്ത മറ്റാരും അറിയാതിരുന്നത് എങ്ങനെയാണ്? ഇങ്ങനൊരു രംഗം കാണാം. ലോക് പറഞ്ഞത് എപ്പോഴാണ്? ഇനി അവരാരെങ്കിലും വന്നാ ഇവിടെ തന്നെ ഇരിക്കാൻ പറയണം. ഞാൻ ഉടനെ മടങ്ങി വരും. ശരി.
ഗോവിന്ദൻകുട്ടി സാറിന്റെ ടൈം ബെസ്റ്റ് ടൈം. ആരുമില്ലാത്ത സമയത്ത് സ്വയം പറഞ്ഞൊരു ഡയലോഗായിരുന്നു അത്. മറ്റു കഥാപാത്രങ്ങളൊന്നും തന്നെ അത് കേൾക്കുന്നില്ല. പിന്നെ എങ്ങനെയായിരിക്കും മഹാദേവനും അപ്പുക്കുട്ടനും ആ ഡയലോഗ് കേട്ടത്? പക്ഷെ ആദ്യ ഭാഗം സിനിമ ഇറങ്ങിയപ്പോൾ കേരളത്തിലാകെ ഹിറ്റായിരുന്ന ഒരു ഡയലോഗായിരുന്നു അത്. ചിലപ്പോൾ അപ്പുക്കുട്ടനും മഹാദേവനും ആദ്യ ഭാഗം സിനിമ കണ്ടതുകൊണ്ടായിരിക്കാം ആ ഡയലോഗ് മനസ്സിലാക്കിയത്. സിനിമയിൽ സീനുകൾ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും പിന്നീട് അത് ഒരു ലോജിക്കില്ലായ്മക്ക് കാരണമാകാറുണ്ട്. 2001 വേണുഗോപൻ സംവിധാനം ചെയ്ത ജയറാം ചിത്രമാണ് ഷാർജ ടു ഷാർജ. ചിത്രത്തിൽ ജയറാം ജഗദീഷിനെ പരിചയപ്പെടുന്ന ഒരു രംഗമാണിത്. ഇന്ന് മുതൽ നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടി ഒപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജയറാം പരിചയപ്പെടുന്നത്. അതിനുശേഷം ആരുടെയൊക്കെ ഒപ്പാണ് വേണ്ടതെന്ന് ജഗദീഷിന് വ്യക്തമായി കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗമാണ്. വെറും 7 lakhs. പറ, ഏത് ഷേക്കിന് വേണ്ടി ഏത് ഷേക്കിന്റെ ഒപ്പാ ഞാൻ ഇടേണ്ടത്? കള്ള ഒപ്പിടാൻ എന്റെ കൈ തരിക്കുന്നു കുട്ടാ. പക്ഷേ പിന്നീട് കാണിക്കുന്ന രംഗത്ത് ഏത് കമ്പനിക്ക് വേണ്ടിയാണെന്നും ആരുടെ ഒപ്പാണ് വേണ്ടതെന്നും ജഗദീഷ് വീണ്ടും ചോദിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കാണിച്ചിരിക്കുന്നതും അവസാനം കാണിച്ചിരിക്കുന്ന രംഗങ്ങളും ഒരുമിച്ചാണ് കാണിക്കേണ്ടത്. അതിനുശേഷം മാത്രമാണ് ശരിക്കും നടുവിലെ രംഗം കാണിക്കേണ്ടിയിരുന്നത്. എന്നാൽ മാത്രമേ മൂന്നാമത്തെ രംഗത്തിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാവുകയുള്ളൂ. മമ്മൂട്ടിയുടെ നേരറിയാൻ CBI എന്ന സിനിമയിൽ കൊലയാളിയെ കണ്ടെത്താൻ സഹായിക്കുന്നത് കൊല ചെയ്യുന്ന സമയത്ത് കൊലയാളിക്കുണ്ടാകുന്ന ഒരു മുറിവായിരുന്നു. 3-4 ദിവസം മുമ്പുണ്ടായ മുറിവ് പെട്ടെന്ന് എങ്ങനെ അപ്രത്യക്ഷമായി? അടുത്ത ദിവസം വീണ്ടും ആ മുറിവ് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? കൊല ചെയ്യുന്ന സമയത്ത് ആ മുറിവുണ്ടാകുന്നതെല്ലാം സിനിമയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. എന്നാൽ സിനിമയുടെ തുടക്കത്തിൽ കൊല ചെയ്ത് പിറ്റേന്ന് രാവിലെ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ആദ്യമായി ശവശരീരം കാണുന്ന ഒരു രംഗമായിരുന്നു അത്. പക്ഷേ ആ രംഗത്തിലൊന്നും തന്നെ കൊലയാളിയുടെ കയ്യിൽ ഒരു മുറിവും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സിനിമയിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗമായിരുന്നു ആ മുറിവ്. ആ മുറിവാണ് ആ രംഗത്ത് മറന്നു കളഞ്ഞത്. സിനിമകളിലെ ഇത്തരത്തിലുള്ള രസകരമായ അബദ്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.